ആകാശവാണി. നമസ്കാരം. ന്യൂഡൽഹിയിൽ നടന്ന 11ാമത് റെയ്സിന ഡയലോഗിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്മേളനമായ റെയ്സിന ഡയലോഗിന്റെ 11ാമത് പതിപ്പ് ന്യൂഡൽഹിയിൽ വിജയകരമായി സമാപിച്ചിരിക്കുകയാണ്. ഭൗമരാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും വിഷയമാക്കി ഇന്ത്യ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സമ്മേളനമാണ് റെയ്സിന ഡയലോഗ്. ഇത്തവണ മാർച്ച് 5 മുതൽ 7 വരെയായിരുന്നു സമ്മേളനം. നിലവിലെ ആഗോള സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന സംസ്കാര പ്രഖ്യാപനം, ഉൾക്കൊള്ളൽ, പുരോഗതി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു റെയ്സിന ഡയലോഗിന്റെ ഇത്തവണത്തെ പതിപ്പ് സംഘടിപ്പിച്ചത്. സാങ്കേതിക തടസ്സങ്ങൾ, തന്ത്രപരമായ മത്സരം, സാമ്പത്തിക സുരക്ഷ എന്നിവ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിലാണ് സംഭാഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആഗോള ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ സങ്കീർണമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിദേശനയ രൂപീകരണത്തിനുള്ള ലോകത്തെ മുൻനിര വേദി എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനം റെയ്സിന ഡയലോഗിലൂടെ ഇന്ത്യ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. 3 ദിവസത്തെ പരിപാടിയിൽ 110 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധികളും പങ്കെടുത്തു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക വെല്ലുവിളികളും 3 ദിവസത്തെ റെയ്സിന ഡയലോഗ് ചർച്ച ചെയ്തു. മാൾട്ടയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ ടൂറിസം മന്ത്രിയുമായ ഇയാൻ ബോർഗ്, മൌറീഷ്യസിന്റെ വിദേശകാര്യ പ്രാദേശിക സംയോജന അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി ധനഞ്ജയ് റാംഫുൾ, സേഷൽസിന്റെ വിദേശകാര്യ പ്രവാസി മന്ത്രി ബാരി ഫൌറെ, ശ്രീലങ്കയുടെ വിദേശകാര്യ വിദേശ തൊഴിൽ ടൂറിസം മന്ത്രി വിജിത ഹെറാത്ത്, ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലിയോൺപോ ദിനനാഥ് ദുൻകിയേൽ എന്നിവരെ കൂടാതെ US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പ്രതിനിധി സംഘവും റെയ്സിന ഡയലോഗിൽ പങ്കെടുത്തു. പരമ്പരാഗത സഖ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലക വിതരണ ശൃംഖലകൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ ചർച്ചകൾ നടന്നു. ആഗോള സുരക്ഷയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിലും ഡിജിറ്റൽ ആദ്യ ഭരണ മാതൃകകളുടെ ആവിർഭാവത്തിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അറ്റ്ലാന്റിക് സമുദ്ര സുരക്ഷയുടെ ഭാവിയെക്കുറിച്ചും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെക്കുറിച്ചും ചർച്ച നടന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മോഡലിനെയും ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ വികസിപ്പിക്കുന്നതിൽ അതിന്റെ സാധ്യതയെക്കുറിച്ചും സെഷനുകൾ ഉണ്ടായിരുന്നു. കാലാവസ്ഥാ ഭൗമ രാഷ്ട്രീയവും അവതരിപ്പിക്കപ്പെട്ടു. കാലാവസ്ഥാ ധനസഹായം ശക്തിപ്പെടുത്തുന്നതിനും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്ന് ഹരിത നിക്ഷേപങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള വഴികൾ സംബന്ധിച്ചും സെഷനുകൾ നടന്നു. ആഗോള സുരക്ഷാ വെല്ലുവിളികൾ, ആഫ്രിക്കയുടെ ജനസംഖ്യാപരമായ ഉയർച്ച, AI അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക ധാതുക്കൾ നൽകുന്നതിൽ ലാറ്റിൻ അമേരിക്കയുടെ പങ്ക്, യൂറോപ്പുമായും റഷ്യയുമായും ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയും ചർച്ചയായി. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലും ഉടനീളമുള്ള സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾ, കടലിനടിയിലെ ആശയവിനിമയ കേബിളുകൾക്കുള്ള ഭീഷണികൾ, സ്വയംഭരണ സമുദ്ര സംവിധാനങ്ങളുടെ ഉപയോഗം എന്നിവ സംബന്ധിച്ചും സെഷനുകൾ നടന്നു. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലുള്ള ആഗോള കണക്ടിവിറ്റി സംരംഭങ്ങളായിരുന്നു മറ്റൊരു പ്രധാന വിഷയം. റെയ്സിന ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ അതിഥി. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഫിൻലൻഡ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ആഗോള രാഷ്ട്രീയം നിരവധി വെല്ലുവിളികളെ നേരിടുകയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന കാലം ഏതാണ്ട് അവസാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രായോഗികമായ വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. You've showed the rest of the world that strategic caution and safeguarding autonomy means a lot, all the while championing multilateralism and global cooperation. And I believe personally that we should all become a little bit more Indian. It's an honor for me to open the Raisina dialogues today together with you, Mr. Prime Minister. It's amazing to see the growth of Raisina only in 10 years. 2016 ആരംഭിച്ച റെയ്സിന ഡയലോഗ് ആഗോള അന്താരാഷ്ട്ര ക്രമത്തെ രൂപപ്പെടുത്തുന്ന വിഷയങ്ങളിലെ സംവാദ സഹകരണ വേദിയാണ്.
എല്ലാ വർഷവും രാഷ്ട്രീയം, ബിസിനസ്, മാധ്യമം, സിവിൽ സമൂഹം എന്നീ മേഖലകളിലെ പ്രമുഖർ ന്യൂഡൽഹിയിൽ ഒത്തുകൂടി ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. സമകാലിക വിഷയങ്ങളിൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ഈ ഒത്തുകൂടൽ ഉപയോഗപ്പെടുത്തുന്നു. രാഷ്ട്രത്തലവന്മാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർ എന്നിവരാണ് റെയ്സിന ഡയലോഗിൽ പങ്കെടുക്കുന്നത്. സ്വകാര്യ മേഖല, മാധ്യമങ്ങൾ, അക്കാദമിക് മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വിവിധ ചോദ്യങ്ങളിലും വിഷയങ്ങളിലും സർക്കാരിന് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് ഈ സംഭാഷണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള ആത്മവിശ്വാസമുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലോകരാജ്യങ്ങളുമായി ശക്തമായ വ്യാപാര ബന്ധം സ്ഥാപിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള പങ്കാളിത്തം കൊണ്ട് റെയ്സിന ഡയലോഗ് ശ്രദ്ധേയമായതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. Raisina Dialogue makes India proud. It has truly established itself on the global stage as a must-attend event, very high level of participation, both from India and internationally. We need more engagements like this across the length and breadth of India to showcase India to the world. These engagements help build bridges of trust and friendship. രാജ്യത്തിന്റെ ഉയർച്ചയുടെ ദിശ വളരെ വ്യക്തവും തടസ്സമില്ലാത്തതുമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമാപന ദിനത്തിലെ മന്ത്രിതല സംഭാഷണത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. What we have done in India in many ways has been a foundation for what we try to do in our relationship with the Indian Ocean. We have right now, for example, a unique identity card project which we are working on with Sri Lanka. We did a metro, a very successful metro project with Mauritius. We are discussing a specialty hospital with Seychelles. So until we do projects, until we take our experiences out there, until we actually prove to them that their lives are better off by being part of a greater whole, I don't think we can build that kind of neighborhood spirit or neighborhood watch. You know, the Indian Ocean is the only ocean named after a country. And the reasons are obvious. We are right in the middle of it. But I do want the rest of the Indian Ocean to appreciate India, in a way, India's rise is a lifting tide. That with our growth, I think other countries of the Indian Ocean stand to benefit. Those who work with us obviously will get more benefits. And in a way, it's a trend. I mean, I'm not saying there are no challenges to India's rise. There are. But the direction of India's rise, I think, is very clear. In a way, it's unstoppable. So when we speak today about the rise of countries are determined by the countries. The rise of India will be determined by India. It will be determined by our strength, not by the mistakes of others. ഷാങ്ക്രി-ല ഡയലോഗിന്റെ മാതൃകയിലാണ് റെയ്സിന ഡയലോഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ അധികാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന റെയ്സിന കുന്നുകളിൽ നിന്നാണ് അതിന്റെ പേര് സ്വീകരിച്ചത്. മാറിവരുന്ന ഭൗമരാഷ്ട്രീയ അന്തരീക്ഷം, കാലാവസ്ഥ സംബന്ധിച്ച ആശങ്കകൾ, സാങ്കേതിക പരിവർത്തനം, സാമ്പത്തിക പ്രതിരോധ ശേഷി, ആഗോള ഭരണ സംവിധാനങ്ങളുടെ ഭാവി എന്നിവയെക്കുറിച്ച് വിപുലമായ ചർച്ചകൾക്കാണ് വേദി വഴിയൊരുക്കിയത്. വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് ആകാശവാണിയോട്. മാറിയ ലോകക്രമത്തിൽ സവിശേഷമായ സ്വാധീനം ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഭാരതത്തിന്റെ വിദേശ നയവും മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധവും അതിന്റെ പ്രത്യയശാസ്ത്രവും പ്രായോഗികതയും ഒക്കെ പരിശോധിക്കുവാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു ആഗോള വേദി എന്ന നിലയിലാണ് റെയ്സിന ചർച്ചകൾ ആരംഭിക്കുന്നത്. അത് ഇതുവരെയുള്ള അതിലെ പാർട്ടിസിപ്പേഷനും അതിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ ഭാരതത്തിന്റെ ആഗോള ക്രമത്തിലുള്ള സ്ഥാനം അരക്കെട്ടുറപ്പിക്കുന്ന രീതിയിൽ ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. ലോകക്രമത്തിലെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ, പോളിസികളുടെ പ്രഖ്യാപനമൊക്കെ റെയ്സിന ടോക്സിന്റെ ഭാഗമായി ലോക നേതാക്കൾ, വിദേശകാര്യ മന്ത്രിമാർ ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആതിഥ്യമരുളുന്ന ഈ ചടങ്ങിന്റെ ആഗോള പ്രാധാന്യം ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ 92 ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി കാണാം. അതിൽ ഇന്ത്യയും അതിന്റെ സമീപ രാജ്യങ്ങളിലുമെല്ലാം നമ്മൾ ഫലപ്രദമായ ഇടപെടൽ നടത്തി വരുന്നുണ്ട്. അയൽക്കാർ ആദ്യം എന്ന നയം
വിദേശ നയത്തിൽ ഭാരതം സ്വീകരിച്ചു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നത് ചൈനയുടെ സ്വാഭാവിക സ്വാധീന മേഖലയായതുകൊണ്ട് ആ മേഖലയിൽ കാര്യമായ ഒരു ഇടപെടൽ ഭാരതം നടത്തിയിരുന്നില്ല. എന്നാൽ 1992 PV നരസിംഹറാവുവിന്റെ കാലത്താണ് ലുക്ക് ഈസ്റ്റ് പോളിസി, കിഴക്ക് നോക്കൽ നയതന്ത്രം ആരംഭിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ലുക്ക് ഈസ്റ്റ് പോളിസിയെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് വെച്ചാൽ കിഴക്കൻ ഏഷ്യയിൽ ഇടപെടുക എന്ന നയം സ്വീകരിച്ചു. ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി ഈ രാജ്യങ്ങളുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധങ്ങളും പ്രതിരോധ സഹകരണവും ടെററിസത്തിനെതിരായിട്ടുള്ള പൊതുവായിട്ടുള്ള നിലയും സാമ്പത്തിക സഹകരണവും ഒക്കെ വളർത്തിയെടുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. അതോടൊപ്പം സൗത്ത് ചൈന സീ പോലെയുള്ള മേഖലയിൽ സ്വതന്ത്രമായി രാജ്യങ്ങൾക്ക് വ്യാപാരം നടത്താൻ പറ്റുന്ന ഒരു മേഖലയായി നിലനിർത്താനും ഒക്കെ വളരെ സജീവമായി ഭാരതം ഇടപെടുകയാണ്. നെയ്ബർഹുഡ് പോളിസിയുടെ ഭാഗമായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഭാരതത്തിന്റെ മാധ്യസ്ഥം ലോകം കാക്ഷിക്കുന്നു എന്ന നിലയിലേക്ക് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ മുന്നോട്ട് വെക്കുവാനും ആഗോള ക്രമത്തിൽ ഒരു നിർണായകമായ സ്ഥാനത്ത് നിലയുറപ്പിക്കുവാനും ഇപ്പോൾ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദിശയിലുള്ള ഇടപെടലിനെ ശക്തിപ്പെടുത്തുവാനും ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഭിന്ന തലങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും നമ്മളുടെ ജനാധിപത്യ ശക്തിയും നമ്മളുടെ സാംസ്കാരികമായ ശേഷിയും പ്രതിരോധ, സൈനിക, സാമ്പത്തിക, സാങ്കേതിക വിദ്യാ രംഗത്ത് ഭാരതം കൈവരിക്കുന്ന ദ്രുതഗതിയിലുള്ള വളർച്ചയും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും മറ്റു രാജ്യങ്ങളുമായി ആശയങ്ങൾ ഷെയർ ചെയ്യുവാനും കൂടുതൽ ശക്തമായ രാജ്യാന്തരീയ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും ഒക്കെ ഭാരതം ശ്രമിക്കുന്നു. ആഗോള സംഘർഷങ്ങളിൽ ഇടപെടാനുള്ള ശേഷിയും ലോകസമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ പോസിറ്റീവായി ഇടപെടാനും ഒക്കെ ഭാരതത്തിന് കഴിയും. ആ ദിശയിലുള്ള ഒരു മുന്നേറ്റം റൈസീന ടോക്സിന്റെ ഭാഗമായി സംഭവിക്കുന്നു എന്നത് തികച്ചും അഭിലഷണീയമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന അഭിലാഷങ്ങൾ ലോകത്തിന് കാണാനുള്ള ഒരു അവസരമായിരുന്നു റെയ്സിന ഡയലോഗ് 2026. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ 11ാമത് റെയ്സിന ഡയലോഗ് ഒരു നിർണായക നാഴികക്കല്ലാണ്. സങ്കീർണമായ ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകം ഇന്ന് ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർത്തു എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ വിജയം. ന്യൂഡൽഹിയിൽ നടന്ന 11ാമത് റെയ്സിന ഡയലോഗിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, സുധിൻ സൈനുദ്ദീൻ. അവതരണം ഹരിഷ്ണ.